ടി ജി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ കേരളത്തിൽ. അവിടെ ഇവിടെയൊക്കെ യാത്രകൾ നടക്കുകയാണ്. LDF, UDF, സതീശൻ്റെ യാത്ര, MV ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ യാത്ര, ഇതൊക്കെ നടക്കുകയാണ്. അതിനൊക്കെ പത്രസമ്മേളനങ്ങൾ, ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ CPM ഈയിടെയായിട്ട് സ്ഥിരമായി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ, അതായത് ഇപ്പോൾ MV ഗോവിന്ദൻ്റെ 2-3 പത്രസമ്മേളനങ്ങൾ ഞാൻ കണ്ടു. ഇങ്ങനെ ചോദിക്കുകയാണ്, ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നിങ്ങളേത് ചാനലാണ്? അത് മീഡിയ വൺ. ഞാൻ അപ്പോഴേ പറഞ്ഞു, 2 ദിവസമായിട്ട് പറയുന്നുള്ള വേഷം കുത്തിവെക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി വേഷം കുത്തിവെക്കുക. ഇത് നിരന്തരം പറയുകയാണ്. നേരത്തെ ഇവർ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചങ്ങാത്തം ഉണ്ടായിരുന്നു. നേരത്തെ കുറച്ചു കാലം മുന്നേ അതൊക്കെ ചർച്ചയായതാണ്, അതെല്ലാവർക്കും അറിയുന്നതുമാണ്. പിണറായി വിജയൻ തന്നെ മീഡിയ വണ്ണിൻ്റെ പരിപാടിയിൽ പോയിട്ട് മീഡിയ വണ്ണിനെ പ്രശംസിച്ചിട്ടുമുണ്ട്, നേരത്തെ മീഡിയ വണ്ണിൻ്റെ ചാനലിൻ്റെ പരിപാടിയിൽ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താണ് ഇങ്ങനെയൊരു സമീപനം? അതാണ് ഈ രാഷ്ട്രീയത്തിൽ കളിക്കുന്ന കളി. പണ്ട് ചെയ്തത് വലിയ കാര്യമായിട്ട് ആൾക്കാരെടുക്കില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ മീഡിയ വണ്ണിനെ നിരന്തരം കാളകൂട വിഷം എന്ന് ഗോവിന്ദൻ വിളിക്കുമ്പോൾ അതിൽ സന്തുഷ്ടരാകുന്ന ഒരു വിഭാഗം ഉണ്ട്. അവരാരാണ്? സംഘപരിവാറാണ്. CPMലെ കേഡറിന് വലിയ ആവേശമൊന്നും തോന്നുന്നില്ല മീഡിയ വണ്ണിനെ കാളകൂട വിഷം എന്ന് പറഞ്ഞാൽ. മീഡിയ വണ്ണിനെ കാളകൂട വിഷം എന്ന് വിളിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നത് സംഘപരിവാറിനാണ്. ഹിന്ദു വോട്ടുകളെ ലക്ഷ്യമാക്കിയുള്ള പെരുമാറ്റവും പ്രസ്താവനയുമാണ് കുറച്ച് നാളുകളായിട്ട് ഇവർ നടത്തുന്നത് CPM. അതിന് അവർ കണ്ട ഏറ്റവും നല്ല മാർഗം ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുക. അപ്പോൾ മൊത്തം മുസ്ലിം സമുദായത്തെ ആക്രമിച്ചു എന്ന ഒരു പരാതിയില്ല, ജമാഅത്തെ ഇസ്ലാമിയെ ആക്രമിക്കുക. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു TV ഡിബേറ്റിൽ പറഞ്ഞിരുന്നു. ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് വാങ്ങുന്നത് എങ്ങനെ? അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുകയല്ല, ബ്രാഹ്മണരെ ആക്രമിക്കുക. അപ്പോൾ ദളിത് പിന്നാക്ക വിഭാഗങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദാഹരണമായിട്ട് പറഞ്ഞു, ഈ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമല്ലോ. അപ്പോൾ ബോൾ നമ്മൾ ആ പലകയുടെ നേർക്കായി എറിയുന്നത്, പക്ഷേ വീഴേണ്ടത് എവിടെയാണ്? ആ നെറ്റിലാണ്. അപ്പോൾ നെറ്റിലേക്ക് നേരെയല്ല ഇടുന്നത്, അതിൽ തട്ടിയിട്ട് ബ്രാഹ്മണനെ തട്ടിയിട്ട് ദളിതൻ്റെ വോട്ട് എന്ന് പറയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയെ അടിക്കുക. അപ്പോൾ ഹിന്ദു വോട്ടുകൾ ഇങ്ങോട്ട് വരും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കും. ജമാഅത്തെ ഇസ്ലാമിക്കും അവർക്ക് അപ്പർ ഹാൻഡും ഒക്കെയുള്ള UDF ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ BJPക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യണം. BJP ജയിക്കുമോ? ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ആർക്ക് ചെയ്യണം? LDFന്. ശബരിമല സമരം നടത്തിയിട്ടും BJPക്ക് പച്ച പിടിക്കാതെ പോയില്ല. അതിന് കാര്യം എന്താ? പിണറായി വിജയനോടുള്ള ദേഷ്യമാണ് 2019 കാണിച്ചത്. ബട്ട് ഈ ദേഷ്യം വന്ന ആൾക്കാർ BJPക്ക് ചെയ്യണം, അല്ല ചെയ്യണം, അവരല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ പാവം. അപ്പോൾ ഭർത്താവ് പറയും, എടി കഷ്ടപ്പെട്ടതാണെങ്കിലും ഇപ്പം അവർക്ക് കയറി നമ്മൾ വോട്ട് ചെയ്താലുണ്ടല്ലോ പിണറായി ജയിക്കും വീണ്ടും. ഇയാളിത് തോൽപ്പിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുക. അയ്യോ അത് മോശമല്ലേ, എത്ര കഷ്ടപ്പെട്ടതാണ് അവർ. ഇടി കഷ്ടപ്പെട്ടെന്ന് വരാൻ പോകുന്ന ഫലം എന്താ? നമുക്ക് BJPക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുക, അവർ ഇച്ചിരി കൂടെ ഒന്ന് വലുതായി വരട്ടെ. ഈ ഫിനോമിനയാണ് 2019 കോൺഗ്രസ് തൂത്തുപെറുക്കി കൊണ്ടുപോകാൻ കാര്യം. അത് ഇത്തവണ നേരെ തിരിച്ച് LDFന് അനുകൂലമാകണം എന്ന് LDF വിചാരിക്കുന്നു. ഈ നെഗറ്റീവ് വോട്ട് കോൺഗ്രസിനോടും ഇവരോടും ജമാഅത്തെ ഇസ്ലാമിയോടുമുള്ള ദേഷ്യം ഹിന്ദുക്കൾ പിണറായി വിജയനെ വോട്ട് ചെയ്ത് തീർക്കുന്നു. കുറേ BJP കൊണ്ടുപോകട്ടെ, അല്ല 2, 3, 4, 5 സീറ്റ് കിട്ടിക്കോട്ടെ, എന്നാലും ഭരണം നമുക്ക് കിട്ടുമല്ലോ. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായാൽ അതിൻ്റെ ഗുണം 2 ഗ്രൂപ്പിനും കിട്ടും, LDFനും കിട്ടും, BJPക്കും കിട്ടും. കിട്ടിക്കോട്ടെ BJP, നീ എന്താ? അല്ല അപ്പോൾ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നത് നമ്മൾ കാരണമാണെന്നൊക്കെ, അത് TV ന്യായം പറയാനില്ല. അത് അന്നേരം നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ ന്യായം തട്ടിക്കുട്ടി, അതൊന്നും നോക്കണ്ട. ഇപ്പം നമുക്ക് 3-ാം തവണയും ഭരണം പിടിക്കാൻ ആലോചിക്കുക. ഭരണം പിടിച്ചു കഴിഞ്ഞിട്ടല്ലേ TV ചർച്ച. ഭരണം ഇല്ലാതെ നീ എന്ത് ചർച്ച ചെയ്യാൻ പോകുന്നു? പോടാ.
അപ്പോൾ ഇതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് ഇത് കാളകൂട വിഷയം എന്ന് പറയുന്നത്. അതല്ലാതെ വേറെ അവർക്ക് പ്രത്യേകിച്ച് ഇവരോട് ഒരു വിരോധവുമില്ല. ഇതിലും കടുപ്പപ്പെട്ട ഇസ്ലാമിസ്റ്റുകൾ CPM-ലുണ്ട്. CPM-ൽ തന്നെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് കൊണ്ടുവരുമൊന്നും വേണ്ട. CPM-നുള്ളിൽ തന്നെ അവരുടെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ പലരും കടുത്ത ഇസ്ലാമിസ്റ്റുകളാണ്. ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാണ് നല്ലൊരു ശതമാനം CPM. കൊല്ലം ജില്ല അവരുടെ കയ്യിലാണ്. ആലപ്പുഴ ജില്ല CPM ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ്. എറണാകുളം ജില്ലയിലെ CPM ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലാണ്. ഓരോ ജില്ലയായിട്ട് CPM-ന് ഇസ്ലാമിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് CPM. എന്നിട്ടാണോ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ? അതൊക്കെ വേറെ ഡൈനാമിക്സാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് എന്താ വേണ്ടത്? അത് ഇതാണ് ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ എറിയുക, ഹിന്ദു വോട്ട്.